ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. മൈക്കൽ ആഞ്ചലോയുടെ സുപ്രസിദ്ധമായ അന്ത്യവിധി ചിത്രത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികളുമായി വത്തിക്കാൻ. അന്ത്യവിധിയെ കേന്ദ്രമാക്കി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ അൾത്താരയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രസിദ്ധമായ മൈക്കൽ ആഞ്ചലോയുടെ ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന പെയിന്റിംഗ് കലാസൃഷ്ടിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2026 ജനുവരിയിൽ ആരംഭിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. പെയിന്റിങ്ങുകളുടെയും മരം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും പുനഃസ്ഥാപനത്തിനായുള്ള വത്തിക്കാൻ മ്യൂസിയങ്ങളുടെ ലാബോറട്ടറിയുടെ പുതിയ ഡയറക്ടറായ പൗലോ വയലിനിയാണ് പദ്ധതി സ്ഥിരീകരിച്ചത്. വിശുദ്ധവാരത്തിന് തൊട്ടുമുൻപ് 2026 മാർച്ചോടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വത്തിക്കാൻ അറിയിച്ചു. 1536 1541 ഇടയിൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താര ഭിത്തിയിൽ മൈക്കൽ ആഞ്ചലോ വരച്ച സുപ്രസിദ്ധ ചിത്രമാണ് ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ്. പോൾ മൂന്നാമൻ പാപ്പയുടെ കാലയളവിലാണ് ഈ ചിത്രം പൂർത്തീകരിക്കപ്പെട്ടത്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെയും ആത്മാക്കളുടെ അന്തിമ ന്യായവിധിയെയും ചിത്രീകരിക്കുന്ന മനോഹരമായ ചിത്രം കോടിക്കണക്കിന് തീർത്ഥാടകരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. ക്രിസ്തുവിനെ വിശുദ്ധന്മാരാലും മാലാഖമാരാലും ചുറ്റപ്പെട്ട ഒരു ശക്തനായ കേന്ദ്ര വ്യക്തിയായി ചിത്രീകരിച്ചിരിക്കുന്നു. വിശാലമായ രചനയിൽ 300-ലധികം രൂപങ്ങളാണ് ഉൾപ്പെടുന്നത്. 3 മാസത്തെ പദ്ധതിയിൽ സ്കോഫോൾഡിംഗ് ഉപയോഗിച്ച് 12 ജോലിക്കാർ ഒരേ സമയം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. വത്തിക്കാൻ മ്യൂസിയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പുറത്തുനിന്നുള്ള ജീവനക്കാരുടെ പിന്തുണയോടെ ഏകദേശം 26 വിദഗ്ധർ ഈ പദ്ധതികൾ പ്രവർത്തിക്കുമെന്ന് പൗലോ വയലിനി വ്യക്തമാക്കി. മഹത്തായ കലാസൃഷ്ടികൾ സംരക്ഷിക്കുക മാത്രമല്ല, അവയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ക്രിസ്തീയ സന്ദേശവും വിശ്വാസവും സംരക്ഷിക്കുക എന്നതാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പ്രിയപ്പെട്ട മരിയൻ ദേവാലയം സന്ദർശിച്ച് ലിയോ 14 പാപ്പ. റോമിനടുത്തുള്ള അവർ ലേഡി ഓഫ് ഗ്രേസ് ദേവാലയത്തിലാണ് ലിയോ 14 പാപ്പ സ്വകാര്യ സന്ദർശനം നടത്തിയത്. വിശാലമായ താഴ്വരയോട് ചേർന്ന് ഒരു ചെറിയ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൃപയുടെ മാതാവിന്റെ ദേവാലയം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈനാണ് സ്ഥാപിച്ചത്. 335 സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പയാണ് ദേവാലയം കൂദാശ ചെയ്തത്. 6-ാം നൂറ്റാണ്ടിൽ ദേവാലയത്തിന്റെ അവകാശം അടുത്തുള്ള സുബാക്കോയിലെ ബെനഡിക്റ്റൻ സന്യാസിമാർക്ക് നൽകിയിരുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ നിരവധി തവണ സന്ദർശനം നടത്തിയ മരിയൻ ദേവാലയമാണ് അവർ ലേഡി ഓഫ് ഗ്രേസ്. 2005 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ബെനഡിക്റ്റൻ 16 പാപ്പ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ലിയോ 14 പാപ്പ ഇതുവരെ 3 മരിയൻ ദേവാലയങ്ങളിലാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് 2 ദിവസത്തിനു ശേഷം മെയ് 10 റോമിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രാദൂരമുള്ള അഗസ്റ്റീനിയൻ സമൂഹം പരിപാലിക്കുന്ന ദേവാലയത്തിലായിരുന്നു ആദ്യ സന്ദർശനം. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലും കാസൽ ഗാൻഡോൾഫയ്ക്ക് സമീപമുള്ള അൽബാനോയിലെ സാന്താ മരിയ ഡെല്ല മരിയൻ ദേവാലയത്തിലും പാപ്പ സന്ദർശനം നടത്തിയിരുന്നു. പാവപ്പെട്ടവരെ അവഗണിക്കരുതെന്ന ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. പാപ്പയുടെ വേനൽക്കാല വസതിയായ കാസൽ ഗാൻഡോൾഫയുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന അൽബാനോയിലെ സാന്താ മരിയ ഡെല്ല റൊട്ടോണ്ട ദേവാലയത്തിൽ പാവപ്പെട്ടവരുമായി ചേർന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യയാണ് ലിയോ 14 പാപ്പ ഇക്കാര്യം പറഞ്ഞത്. Forse 2 parole soltanto. Molti di voi mi avete sentito già questa mattina nella Santa Messa, però viene a mente e vorrei condividere prima quel gesto tanto significativo per noi tutti che è spezzare il pane, spezzare il pane insieme, che è il gesto con il quale si riconosce Gesù Cristo in mezzo ai suoi. È la Santa Messa, però è anche essere insieme tutti attorno alla tavola, condividere i doni che il Signore ci ha dato. Ringrazio tutti quelli di Caritas diocesana, Sua Eccellenza, e questa accoglienza, questa possibilità di condividere anche in un luogo così bello che ci fa ricordare la bellezza della natura, della creazione,
ma ci fa anche pensare che la creatura più bella è quella creata nella somiglianza, l'immagine di Dio, che siamo tutti noi e ognuno di noi rappresenta in questo senso quell'immagine di Dio. E quanto è importante ricordarci sempre che troviamo proprio questa presenza di Dio in ognuno. E quindi anche essere qui riuniti questo pomeriggio, questo pranzo, è vivere insieme a Dio, in questa comunione, in questa fraternità. Tante grazie a tutti voi che siete qui presenti e chiediamo adesso la benedizione del Signore sui doni che riceveremo, su tutti coloro che tutti coloro che hanno lavorato per portare a noi questo pranzo, i doni che condividiamo, Borgo Laudato Si, e tanti altri che ci fanno possibile questa bella festa. In nome del Padre, del Figlio e dello Spirito Santo. Amen. Benedici, Signore, noi e questi doni che riceviamo dalla Tua provvidenza. Aiutaci a vivere sempre uniti nel Tuo amore, Tu che vivi e regni nei secoli dei secoli. Amen. Buon appetito a tutti. തന്റെ പ്രസംഗത്തിനിടെ പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ കണ്ട് സ്വാഗതം ചെയ്യണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പാപ്പ പറഞ്ഞു. ദൈവസ്നേഹത്താൽ എല്ലാവരും ജ്വലിക്കട്ടെ എന്നും പാപ്പ പ്രാർത്ഥിച്ചു. നമ്മൾ കർത്താവിൻ്റെ സഭയാണ്, പാവപ്പെട്ടവരുടെ സഭയാണ്, എല്ലാവരും വിലപ്പെട്ടവരാണ്, എല്ലാവരും സഭയിലെ സജീവ പങ്കാളികളാണ്, ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ള അതുല്യമായ വചനം വഹിക്കുന്നവരാണെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തിൻ്റെ സൗമ്യമായ ശക്തിയിലേക്ക് അതിരുകളും വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹത്തിലേക്ക് നാം സ്വാഗതം ചെയ്യപ്പെടുകയാണെന്നും പാപ്പ തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന പാവങ്ങളോട് പറഞ്ഞു. ഭവനരഹിതരും അഭയകേന്ദ്രങ്ങളിലെ അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ ഏകദേശം 110 വ്യക്തികൾ ദിവ്യബലിയിൽ പങ്കെടുത്തു. പിന്നീട് പാപ്പയുടെ വേനൽക്കാല വസതിയിലെ ഉദ്യാനത്തിൽ ഒരുക്കിയ ഉച്ചഭക്ഷണ വിരുന്നിലും ലിയോ 14 പാപ്പ പങ്കെടുത്തു. ഹെദിയിലെ സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയുമായി വത്തിക്കാൻ. നാല് വർഷത്തിലേറെയായി അക്രമങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഹെദിയിൽ സമാധാന സ്ഥാപനത്തിനുള്ള കർമ്മ പദ്ധതി അവതരിപ്പിക്കാൻ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് വാഷിംഗ്ടൺ DC-യിൽ ചേർന്ന യോഗത്തിലാണ് വത്തിക്കാൻ പ്രതിനിധി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. പ്രാദേശികവും അന്താരാഷ്ട്രവുമായ പിന്തുണയോടെ ഹെദിയൻ ജനതയുടെ നേതൃത്വത്തിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഒരു കർമ്മരേഖ എന്ന പേരിൽ OAC സെക്രട്ടറി ജനറൽ ആൽബർട്ട് ഒരു രേഖ അവതരിപ്പിച്ചു. വത്തിക്കാൻ പ്രതിനിധിയായ മോൺസിഞ്ഞോർ ജുവാൻ ആന്റോണിയോ ക്രൂസ് ഹെദിയിലെ ഗുരുതരമായ സംഘർഷങ്ങൾ, ദാരിദ്ര്യം, സായുധ സംഘർഷങ്ങളുടെ ആക്രമം എന്നിവ മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ കർമ്മ പദ്ധതി പരിഹാരം കാണുമെന്ന് പ്രത്യാശ അറിയിച്ചു. അതേസമയം ഹെദിയിലെ മെത്രാൻമാർ ജൂലൈ 23 പുറത്തിറക്കിയ പ്രസ്താവനയെക്കുറിച്ചും മോൺസിഞ്ഞോർ ക്രൂസ് യോഗത്തിൽ സൂചിപ്പിച്ചു. ഹെദിയൻ സമൂഹത്തിന്റെ തകർച്ചയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകുകയും മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അപലപിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ സുരക്ഷ, നീതി, അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും മെത്രാൻമാർ വ്യക്തമാക്കി. ഹെദിയിലെ ജനങ്ങൾക്ക് സമാധാനം കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളിലും സഹകരിക്കാൻ വത്തിക്കാൻ തയ്യാറാണെന്നും ക്രൂസ് ഉറപ്പ് നൽകി. 2021 ജൂലൈ 7 പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിനു ശേഷം പ്രബലരായ സംഘങ്ങൾ രാജ്യത്ത് അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. തലസ്ഥാനത്തിന്റെ 85% അവരുടെ നിയന്ത്രണത്തിലാണ്. 2024 മാത്രം 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ദൈവശാസ്ത്രജ്ഞർക്ക് സന്ദേശവുമായി ലിയോ 14 പാപ്പ. കൊളംബിയയിൽ നടക്കുന്ന 17ാമത് അന്താരാഷ്ട്ര ധാർമ്മിക ദൈവശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ദൈവശാസ്ത്രജ്ഞരോട് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ ലോകത്തിലെ വെല്ലുവിളികളെയും സംഘർഷങ്ങളെയും കുറിച്ച് ചിന്തിക്കാൻ ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. Oggi ci soffermiamo su uno dei gesti più sconvolgenti e luminosi del Vangelo, il momento in cui Gesù, durante l'ultima cena,
porge il boccone a colui che sta per tradirlo. Non è solo un gesto di condivisione, è molto di più. È l'ultimo tentativo dell'amore di non arrendersi. San Giovanni, con la sua profonda sensibilità spirituale, ci racconta così quell'istante. Durante la cena, quando il diavolo aveva già messo in cuore a Giuda, figlio di Simone Iscariota, di tradirlo, Gesù, sapendo che era venuta la sua ora, li amò fino alla fine. Amare fino alla fine. Ecco la chiave per comprendere il cuore di Cristo. Un amore che non si arresta davanti al rifiuto, alla delusione, neppure all'ingratitudine. Gesù conosce l'ora, ma non la subisce, la sceglie. È Lui che riconosce il momento in cui il suo amore dovrà passare attraverso la ferita più dolorosa, quella del tradimento. E invece di ritrarsi, di accusare, di difendersi, continua ad amare, lava i piedi, intinge il pane e lo porge. രാജ്യതലസ്ഥാനമായ ബൊഗോട്ടയിലെ സാൻ അൽഫാൻസോ യൂണിവേഴ്സിറ്റി ഫൗണ്ടേഷനിൽ നടക്കുന്ന ദ്വിദിന കോൺഗ്രസിന്റെ പ്രമേയം 21-ാം നൂറ്റാണ്ടിലെ ധാർമ്മികത സമൂഹത്തിലെ മാറ്റങ്ങളും സംഘർഷങ്ങളും AI പരിസ്ഥിതി ശാസ്ത്രം എന്നതാണ്. അതേസമയം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട ടെലിഗ്രാം സന്ദേശത്തിൽ ലിയോ 14-ാമൻ പാപ്പ ദൈവശാസ്ത്രജ്ഞർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സന്ദേശത്തിന്റെ അവസാനം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിന് പാപ്പ ബരമേൽപ്പിക്കുകയും ചെയ്തു. Come ci insegna Gesù, amare significa lasciare l'altro libero, anche di tradire, senza mai smettere di credere che persino quella libertà ferita e smarrita possa essere strappata all'inganno delle tenebre e riconsegnata alla luce del bene. Quando la luce del perdono riesce a filtrare tra le crepe più profonde del cuore, capiamo che non è mai inutile, anche se l'altro non lo accoglie, anche se sembra vano, il perdono libera chi lo dona, scioglie il risentimento, restituisce pace, ci riconsegna a noi stessi. Gesù, con il gesto semplice del pane offerto, mostra che ogni tradimento può diventare occasione di salvezza, se scelto come spazio per un amore più grande. Non cede al male, ma lo vince con il bene, impedendogli di spegnere ciò che in noi è più vero, la capacità di amare. അറേബ്യൻ ഉപദ്വീപിനായി രക്ഷാധികാരികളെ നിയോഗിച്ച് വത്തിക്കാൻ. സൗത്ത് അറേബ്യയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിന്റെ പ്രത്യേക കലണ്ടർ പ്രകാരം അറേബ്യൻ ഉപദ്വീപിന് പുതിയ രക്ഷാധികാരികൾ അനുവദിച്ചുകൊണ്ട് വത്തിക്കാനിലെ ആരാധനാക്രമങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കത്തോലിക്ക സഭയുടെ പ്രാദേശിക അധികാര പരിധിയിൽ വരുന്ന ഈ വികാരിയേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ സുൽത്താനേറ്റ്, യമൻ റിപ്പബ്ലിക്കൻ എന്നിവ ഉൾക്കൊള്ളുന്നു. വിശുദ്ധരായ പത്രോസ് പൗലോസ് ശ്ലീഹമാരാണ് പുതിയ രക്ഷാധികാരികൾ. അതോടൊപ്പം അവർ ലേഡി ഓഫ് അറേബ്യ എന്ന പേരിൽ പരിശുദ്ധ കന്യകാമറിയം ഇപ്പൊ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും രക്ഷാധികാരിയാണ്. ഭൂമിയുടെ ഫലങ്ങൾക്കും പൗരോഹിത്യ വിളകൾക്കുമായി 3 പ്രത്യേക പ്രായശ്ചിത്ത ദിനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വത്തിക്കാൻ അംഗീകാരം നൽകി. ഇവ പരമ്പരാഗതമായി വർഷത്തിലെ വ്യത്യസ്ത സീസണുകളുടെ തുടക്കത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.